നമസ്കാരം. ഗീതാമൃതത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭഗവാനാകുന്ന കറവക്കാരൻ അർജുനനാകുന്ന പശുക്കുട്ടി ഉപയോഗിച്ച് ഉപനിഷത്തുക്കളാകുന്ന പശുവിനെ കറന്നുണ്ടാക്കിയ പാലാണ്, അമൃതാണ് ഗീത എന്ന് പറയാറുണ്ട്. ഇവിടെ അർജുനൻ്റെ പ്രാധാന്യം, പ്രസക്തി വളരെ സ്പഷ്ടമാണ്. കാരണം പശുക്കുട്ടിയില്ലാതെ പശു പാൽ ചുരത്താറില്ല, അല്ലെങ്കിൽ പശുക്കുട്ടിക്ക് വേണ്ടിയാണ് പാൽ ചുരത്തുന്നതെന്ന് തന്നെ പറയാം. ഗീത മാനവകുലത്തിന് ലഭിക്കാൻ ഉണ്ടായ കാരണവും അർജുനൻ്റെ വിഷാദമാണ് എന്ന് പറയുന്നു. എന്നാൽ അർജുനൻ ആരാണ്? വീരശൂരപരാക്രമിയായ അർജുനന്, എല്ലാ തത്വങ്ങളും ഗ്രഹിച്ച അർജുനന് ഈ വൈക്ലഭ്യം അല്ലെങ്കിൽ വിഷമം എങ്ങനെ ഉണ്ടായി? അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്നത്തെ നമ്മുടെ അന്വേഷണവും അത് തന്നെ ആകട്ടെ. അർജുനൻ ആരാണ്? അർജുനൻ്റെ വിഷാദ യോഗത്തിലൂടെ ഗീതാകാരൻ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോട് കൂടെയുണ്ട് ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബഹൻ. ബഹൻജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. നമ്മൾ ഗീതയുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. യുദ്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെ മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കണം, അതിനുള്ള മനോഭാവം എന്തായിരിക്കണം എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായൊരു കഥാപാത്രം അർജുനനിലൂടെ തന്നെയാണ് ഗീത മുന്നോട്ട് പോകുന്നത്. അർജുനൻ്റെ വിഷാദ യോഗമാണ് ഗീത ആരംഭിക്കുന്നത് തന്നെ. എന്തുകൊണ്ട് അർജുനൻ ഈ വിഷാദം വന്നു എന്ന് അന്വേഷിക്കുന്നതിൻ്റെ മുൻപേ, ആരാണ് യഥാർത്ഥത്തിൽ അർജുനൻ? അർജുനൻ എന്ന് വെച്ചാൽ തന്നെ ആർജിക്കുന്നവൻ എന്നർത്ഥം. ജ്ഞാനം ആർജിക്കാൻ താല്പര്യമുള്ളവൻ എന്നർത്ഥം. ആരെങ്കിലുമൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരൊക്കെ പേടിയുള്ളപ്പോൾ പറയാറുണ്ട് അർജുനൻ്റെ 10 നാമങ്ങൾ, അത് ജപിക്കാൻ പറയും. സോ ഭയത്തെ ജയിച്ചവനാണ് അർജുനൻ. അർജുനൻ വിജയിയാണ്, വിജയൻ എന്നാണ് അർജുനനെ പറയാറ്. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവനാണ് അർജുനൻ. അർജുനൻ്റെ രഥത്തിലെ കുതിരകൾക്ക് പോലും ഒരു മുറിവുണ്ടാവില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് അർജുനൻ്റെ കുതിരകൾ ശ്വേതാശ്വൻ എന്ന് പറയാം. അങ്ങനെ അത്രത്തോളം മിടുക്കനാണ്, വിജയിയാണ് അർജുനൻ എന്നാ പറയാറ്. ഒരു നല്ല വിദ്യാർത്ഥിയുടെ എല്ലാ ലക്ഷണങ്ങളും അർജുനുണ്ടായിരുന്നു. അർജുനൻ ഗീതാജ്ഞാനം കേൾക്കാനിരിക്കുന്നതിന് എത്ര വിനയത്തോടെയാണ്, എത്ര സമർപ്പണ ഭാവത്തോടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും നമുക്ക് അർജുനൻ്റെ കുറേ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയാൽ അവർക്ക് നല്ല വിദ്യാർത്ഥിയായിട്ട് ശോഭിക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ടത് ഈ വിനയത്തിൻ്റെ കാര്യം തന്നെ അല്ലേ? വിദ്യയ്ക്ക് വിദ്യ വിനയസമ്പന്ന എന്നാണ്. പക്ഷേ വിദ്യ എത്ര കൂടുന്നു, ഇന്ന് വിനയം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിദ്യ കൂടുന്തോറും വിനയം സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണെന്നിരിക്കുക അത് കാണാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഒരു മരത്തിന് പോലും വിവരമുണ്ട്. ഒത്തിരി പഴങ്ങൾ വരുമ്പോൾ അത് കുനിയാറുണ്ട്. വാഴ നല്ല വലിയൊരു കൊല വരുമ്പം അതിനൊരു മുട്ട് കൊടുക്കണം, അത് ചായും. അതുപോലെ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ വിജയിക്കുന്നോ, വളരണോ, വിദ്യ ആർജിക്കുന്നോ, പാഠങ്ങൾ പഠിക്കുന്നോ, വലുതാകുന്നോ, അത്രത്തോളം വിനയം വരിക വേണ്ടത്. അതാണ് വിദ്വാൻ്റെ ലക്ഷണം. സാധാരണക്കാരാണ് എന്തെങ്കിലും ലേശം പറഞ്ഞാൽ അർത്ഥമില്ലാത്തതിന് അർത്ഥം കിട്ടുമ്പം അർദ്ധരാത്രിയിൽ കുട പിടിക്കുന്നു പറയും. സാധാരണക്കാരുടെ സ്വഭാവമാണത്. എന്തെങ്കിലും ലേശം കിട്ടുമ്പോഴേക്കും അഹങ്കരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ എന്ന്. അതേപോലെ കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം എന്നൊക്കെ പറയുന്നത്. വിദ്യയിൽ അഹങ്കരിക്കുകയാണെങ്കിൽ അത് അയാൾക്ക് വിദ്യയല്ല, സത്യത്തിൽ അത് വേറൊരു ചുമടാണ്. ഇങ്ങനെ കഴുതയ്ക്ക് അറിഞ്ഞുകൂടാ ഈ കുങ്കുമപ്പൂവിൻ്റെ വില എന്താണ്, മഹത്വം എന്താണെന്ന്. കഴുതയ്ക്ക് അത് വേറെ ഒരു ചുമട്. അതേപോലെ ആ വിദ്യയുടെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ വിനയം ഉണ്ടാകുമായിരുന്നു. മഹത്വം അറിയാതെ വെറുതെ കുറേ ചുമടായിട്ട്, എങ്ങനെ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ചുമടും കൊണ്ടുപോകും, ഒരു ചുമട് താങ്ങി വരുമ്പോൾ അവിടെ ഇറക്കി വയ്ക്കും, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ചുമട് തലയുടെ മുകളിൽ കയറ്റി വെച്ചിട്ട് വീണ്ടും നടക്കും. അതേപോലെ ആരെങ്കിലും കിട്ടി അവരുടെ കുറച്ച് നേരം ചുമട് ഇറക്കി വെച്ചു, പിന്നെ വീണ്ടും തലയുടെ മുകളിൽ കയറ്റി വെച്ചു, നടന്നു, പിന്നെ ആരെങ്കിലും കാണുമ്പോൾ അവരുടെ മേലെ ഇറക്കി വെച്ചു. അത് സത്യത്തിൽ വിദ്യയല്ല. വിദ്യ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ ആർജിക്കുമ്പം ആ വിദ്യയ്ക്ക് ഒരു ആധ്യാത്മികത തീർച്ചയായിട്ടും വേണം. ആ ആത്മീയതയുടെ അസ്ഥിവാരത്തോടു കൂടി നമ്മൾ വിദ്യ ആർജിക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് വിനയം ഉണ്ടാകും. അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പം നമുക്ക് വിനയം വർദ്ധിപ്പിക്കാൻ സാധിക്കും. സിസ്റ്റർ, വിദ്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തിനാണ് യഥാർത്ഥത്തിൽ വിദ്യ എന്ന് പറയേണ്ടത്? നമ്മൾ ധാരാളം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിദ്യയുടെ റിസൾട്ട് നേരത്തെ പറഞ്ഞ പോലെ അവിടെ കാണുന്നില്ല. അപ്പോൾ എന്താണ് വിദ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം? അതെ, ജ്ഞാനം അജ്ഞാനം എന്നുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ.
ഞാനാണ് നമ്മുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ വിചാരങ്ങൾ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണ്, നമ്മുടെ പ്രവൃത്തി നമ്മുടെ സംസാരമൊക്കെ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാന്തി, സന്തോഷം, ആനന്ദം, സുഖം തുടങ്ങിയ സദ്ഗുണങ്ങളുണ്ടായിരിക്കും. നമ്മുടെ വിചാരധാര അജ്ഞതയുടെ ആധാരത്തിലാണെങ്കിൽ ദുഃഖം, അശാന്തി, ദേഷ്യം, സങ്കടം, വെറുപ്പ്, വിദ്വേഷം, പക തുടങ്ങിയവ ഉണ്ടായിരിക്കും. അതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിദ്യയാണോ അതോ അവിദ്യയാണോ ആധാരമാക്കിയിരിക്കുന്നത് ജീവിതത്തിന് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. നല്ല വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് കാകദൃഷ്ടി ബൃഹദ്ധ്യാനം എന്നുള്ളൊരു സ്ലോഗൻ. കാക്കയുടെ മുകളിൽ പറക്കുകയാണെങ്കിലും കൊച്ചുങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാനുണ്ടെങ്കിൽ അത് വന്ന് എടുക്കും. അതേപോലെ വിദ്യാർത്ഥി എപ്പോഴും ഞാൻ എന്താണ് ആർജിക്കേണ്ടത് എന്ന കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും. ബൃഹദ്ധ്യാനം എന്ന് പറയും. കിട്ടേണ്ടതിലേക്ക് ശ്രദ്ധ പോകും. കഥകളോ ഉപകഥകളോ എക്സാമ്പിളോ അതൊന്നും നോക്കാണ്ട് അധ്യാപകൻ്റെ ബോഡി ലാംഗ്വേജും അധ്യാപകൻ ഏതിനാണ് സ്ട്രെസ് ചെയ്യുന്നതെന്നും അതിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്നും പഠിക്കേണ്ടത് എന്താണെന്നുള്ള കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും. അല്ലാണ്ട് പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വെറും ജോളിയായിട്ടുള്ളൊരു ജീവിതം, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നേരത്തേക്ക് ഒരു നേരം പോക്ക് പോലെ വിദ്യാഭ്യാസം, പല കാര്യങ്ങളിൽ വ്യാപൃതരാവുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വിദ്യ എന്ന് പറയുമ്പോഴും ഇന്നത്തെ വിദ്യാഭ്യാസം തന്നെയാണെങ്കിലും അവിടെ ഫോക്കസ് വളരെയധികം വേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതെ, നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് ശ്രദ്ധ കൊടുക്കാം തീർച്ചയായിട്ടും. വെറും ഒരു പുസ്തകപ്പോഴും അല്ല ആകേണ്ടത്. പക്ഷെ പഠിക്കുന്ന കാലത്ത് വെറുതെ ചീത്ത കൂട്ടുകെട്ടിലെ പെട്, അല്ലെങ്കിൽ ചീത്ത ശീലങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആവുക, വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുക, അതല്ലാതെ കാകദൃഷ്ടി, നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ ഫോക്കസ് ചെയ്യണം, സൂക്ഷ്മത ഉണ്ടായിരിക്കും. അതെ. പിന്നെ ബൃഹദ്ധ്യാനം എന്ന് പറയും. കൊക്ക് വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ട ഒറ്റക്കാൽ നിൽക്കുന്നത് കണ്ടാൽ കണ്ണും അടച്ചിട്ട് വെള്ളത്തിൽ തന്നെ കണ്ണും നട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. കണ്ടാൽ തോന്നും മെഡിറ്റേഷൻ ചെയ്യണം തോന്നും. അതിൻ്റെ ഒരു കാല് കാണുമ്പോൾ എന്തോ ചെടിയാണ് അവിടെ വല്ലത് പ്രാണികളുടെയോ അല്ലെങ്കിൽ മുട്ടയോ എന്തെങ്കിലും ഉണ്ടാവുമെന്നും പറഞ്ഞ് മീനുകൾ അവിടെ വരും. ചെറിയ മീനൊക്കെ വരുമ്പോൾ അത് മിണ്ടാതിരിക്കും. വലിയ മീൻ വന്നാൽ ഒരൊറ്റ കൊത്തു വെച്ചിട്ട് അത് പറന്നു പോകും. അതേപോലെ വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് കിട്ടുന്ന ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൽപ്പിക്കാണ്ട് വലിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് അതിനെ സ്വന്തമാക്കുക എന്ന ഗുണം ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിസ്സാരമായ ചെറിയ ചെറിയ റിസൾട്ട് വരുമ്പോഴേക്കും ഇതാണ് അതിൻ്റെ ഫലം എന്ന് വിചാരിക്കാതെ വലുതിനു വേണ്ടി അല്ലേ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാതെ അപ്പോൾ അവിടെ ലക്ഷ്യത്തിലേക്ക് വലിയ ലക്ഷ്യങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധ കൊടുക്കണം എന്നുള്ള ഒരു ഇനി തോറ്റുപോയാൽ തന്നെ ഇപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തരുന്നത് എന്തിനാ? ഞാൻ തോറ്റു എന്നും പറഞ്ഞ് നിരാശാഭരിതരാവാനോ കുറ്റബോധത്തോടെ ഞാൻ സമയം പാഴാക്കി എന്ന് പറഞ്ഞിരിക്കാനോ അല്ല. പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിന്ന് പാഠം പഠിച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ പരീക്ഷയിൽ നല്ല മാർക്കോട്ട് ജയിക്കാനായിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥയെ വളർത്തിയെടുക്കണം, ഉണ്ടാക്കിയെടുക്കണം. അതാണ് ബൃഹദ്ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും യുദ്ധത്തിൽ തന്നെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ സമീപിക്കാൻ തോന്നുന്നു. ചെറിയ ചെറിയ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടാലും അവിടെ നിർത്താതെ വലിയ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു അപ്പോൾ നമ്മൾ ജയവും പരാജയത്തെ തന്നെ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജയവും പരാജയം ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന പോലെയല്ല. നമുക്ക് ജീവിതത്തിൽ വിജയം കിട്ടുമ്പോൾ ആ വിജയിക്കും തോറും അഹങ്കാരം വരികയാണെങ്കിൽ സത്യത്തിൽ അത് തോൽവിയാണ്. അഹങ്കാരമുള്ള വ്യക്തി എപ്പോൾ വേണമെങ്കിലും അത് പതിക്കാം, താഴെ വീഴാം. നമ്മുടെ മോളിൽ നിന്നൊരു മനുഷ്യൻ താഴെ വീണ തവിടുപൊടിയാകുന്നത് പോലെയാണ് അഹങ്കാരമുള്ള വ്യക്തിയുടെ കാര്യം. അതുകൊണ്ട് വിജയിക്കും തോറും വിനയം ഉണ്ടെങ്കിലാണ് അത് യഥാർത്ഥമായിട്ടുള്ള വിജയം. വിജയത്തിൽ അഹങ്കരിക്കുകയാണെങ്കിൽ ആ വിജയം തോൽവിയാണ്. അതേപോലെ തോൽവിയല്ല തോൽവിയിൽ നിരാശ വരികയാണ്, ഡിപ്രഷൻ വരികയാണ്, സങ്കടപ്പെടുകയാണ്, പിന്നെ പുറത്തെവിടെയും പോകാണ്ട് ഒതുങ്ങിക്കൂടാൻ നോക്കുകയാണ്. എനിക്ക് ഇത്രയേ ഉള്ളൂ, എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുരുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പറയും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണ്. അടുത്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും പണ്ടത്തെ കാര്യം ഓർത്തിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയാണ്, എൻ്റെ വിധി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഒന്ന് ട്രൈ ചെയ്യാൻ പോലും ശ്രമിക്കാതെ പിൻവലിയാണെങ്കിൽ അതാണ് തോൽവി. തോൽവി എന്നൊരു പാഠം പഠിച്ചിട്ട് ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധ വെച്ചിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തോൽവി സത്യം പറഞ്ഞാൽ വിജയിയാണ്. പറയും ഒരു ടൺ അറിവും ഒരു ഔൺസ് അനുഭവവും സമാണെന്ന് പറയും. അനുഭവിച്ച് പഠിച്ചു എന്താണ് തോൽവി എന്ന്, പിന്നെ ആ വ്യക്തി ഒരിക്കലും തോൽക്കില്ല. അതുകൊണ്ട് പറയാറുണ്ട് ഫെയിലിയർ ഈസ് സ്റ്റെപ്പ് സ്റ്റോൺ ഫോർ സക്സസ് എന്ന്, നോട്ട് ഫോർ ഓൾ. ആരാണ് ആ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കുന്നത് അവർക്കാണ് തോൽവി വിജയത്തിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റോൺ. ആർക്കാണോ അപകർഷതാബോധവും ഡിപ്രഷനും വരുന്നത് അവർക്ക് തോൽവി പെർമനൻറ്റ് തോൽവിയായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതലും കുട്ടികളുടെ ആത്മഹത്യ വലിയൊരു വിഷയം. 29 വയസ്സിന് താഴെയുള്ളവരുടെ ആത്മഹത്യ കണക്ക് പരിശോധിക്കുമ്പോൾ 1,50,000 പേരോളമാണ് ഭാരതത്തിൽ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്. എനിക്ക് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു മനോഭാവം. ഒരു തവണ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ 2 തവണ പരാജയപ്പെടുമ്പോൾ ഞാൻ പരാജയപ്പെടാൻ വേണ്ടി ജനിച്ചവനാണെന്നുള്ള ഒരു ഭാവം വരുന്നു. അവിടെ നമ്മൾ
മറികടന്ന് പോകാനുള്ള ഒരു ശക്തി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതെ, ഒരു കുട്ടി താഴെ വീഴാണ്ട് നടക്കാൻ പഠിക്കില്ലല്ലോ, കൊഞ്ചാതെ വർത്തമാനം പറയാൻ പഠിക്കില്ലല്ലോ. അതുപോലെ ഇത് എൻ്റെ വിജയത്തിലേക്കുള്ള ഒരു ചുവടാണെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു ചുമരിലെ ഒരു ചുറ്റി കൊണ്ട് അടിക്കുമ്പോൾ ഒറ്റ അടിക്കത് താഴെ വീഴില്ല, ചിലപ്പോൾ 21ാമത്തെ അടിക്കായിരിക്കും താഴെ വീണത്. അതുകൊണ്ട് ആദ്യത്തെ അടി വേസ്റ്റായിപ്പോയി എന്ന് നമ്മൾ പറയില്ലല്ലോ. അതേപോലെ നമ്മുടെ തോൽവിയാണെങ്കിലും അതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടില്ല നമ്മൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇതും വിജയത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കണം. മരയുടെ മുകളിലേക്ക് വണ്ടി കയറുമ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കയറാറില്ല, വളഞ്ഞാൽ പോകാറ്. ചിലപ്പോൾ താഴേക്ക് വരും തോന്നുകയാണ്, പക്ഷെ അതും ഉയർച്ചയിലേക്കുള്ള പോക്കാണ്. അതുപോലെ ഫെയിലിയറും വിജയത്തിൻ്റെ സ്റ്റെപ്പ് സ്റ്റോണാണ്. ഞാൻ അനുഭവിച്ച് പഠിച്ചു, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കില്ല എന്നൊരു ശുഭാപ്തി വിശ്വാസം നമ്മൾ തോൽവികളിലും ഡെവലപ്പ് ചെയ്തെടുക്കണം. നിരന്തരമായിട്ടുള്ള ഈ പരിശ്രമം അതിനോടൊപ്പം, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്നോടൊപ്പം യുദ്ധം ചെയ്യുന്ന പലരും, അല്ലെങ്കിൽ എന്നോടൊപ്പം പരിശ്രമിക്കുന്ന പലർക്കും വേഗം റിസൾട്ട് കിട്ടുമ്പോഴും എനിക്ക് ചിലപ്പോൾ നിരാശ വരുന്ന ഒരു സന്ദർഭം. അപ്പോൾ എൻ്റെ എഫർട്ട് പാഴായി പോകുന്നുണ്ടോ, മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് വേഗം അത് കിട്ടുന്നു? അപ്പോൾ ആ ഒരു ദൃഷ്ടിയും നമ്മളെ ഒരുപാട് താഴ്ത്തുന്നുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ യുവജനതയെ പ്രത്യേകിച്ച്. നമ്മളതുകൊണ്ട് നമ്മൾ പരസ്പരം താരതമ്യപ്പെടുത്തേണ്ട. അയാളുടെ ഭാഗ്യം വേറെ, എൻ്റെ ഭാഗ്യം വേറെ. അയാളുടെ വിശേഷത വേറെ, എൻ്റെ വിശേഷത വേറെ. എൻ്റെ വിശേഷത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഞാൻ ഉപയോഗിക്കുമ്പം എനിക്കും ഉയരങ്ങളിലെത്താൻ സാധിക്കും. ഇനി അയാളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ എങ്ങനെയാണ് വിജയിച്ചതെന്ന് മനസ്സിലാക്കി അസൂയപ്പെടാണ്ട് താരതമ്യപ്പെടുത്താതെ നമ്മളത് പഠിക്കുകയാണെങ്കിൽ, നമ്മളത് കോപ്പി ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളും പകർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ആ വ്യക്തി എത്തേണ്ടവിടെ എത്താൻ പറ്റും. അവിടെയാണ് വലിയ വ്യത്യാസം വരുന്നതെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ മറ്റുള്ളവർ കൂടുതൽ നന്നായി പോകുമ്പോഴും അവിടെ പഠിക്കാനുള്ള ഓപ്ഷനാണ് എനിക്കുള്ളത്, അല്ലാതെ നിരാശരാവേണ്ട കാര്യമില്ല, അവിടെ നിന്ന് എനിക്ക് പഠിക്കാം. ആ മനോഭാവത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം തന്നെ, ഗീതയുടെ യുദ്ധം എന്നുള്ള വിഷയം നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ് എന്ന് തോന്നുന്നു. പിന്നെ വിദ്യാർത്ഥിയുടെ ലക്ഷ്യം പറയാൻ അല്പാഹാരം, വയറ് നിറച്ച ആഹാരം കഴിച്ചാൽ ഉറങ്ങിപ്പോകും. പണ്ട് കാലത്തൊക്കെ ഗുരുകുലത്തിലായിരുന്നു. ചക്രവർത്തിയുടെ മകനായിക്കോട്ടെ, അവിടെ ആഹാരവും താമസ സൗകര്യവും എല്ലാം ഉണ്ടായിട്ടും ചക്രവർത്തി എന്തിനാണ് തൻ്റെ മകനെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടത്? അവിടെ ഇതൊന്നുമില്ല. അവിടെ ഗുരുവിൻ്റെ അടുത്ത് ദരിദ്ര കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയും ചക്രവർത്തിയുടെ മകനും അവിടെ ഒരേ പരിഗണനയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ചക്രവർത്തി അവിടെ കൊണ്ടുപോയിട്ട്? ചക്രവർത്തിക്കറിയായിരുന്നു ഇവിടെ ഈ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഇവൻ വളർന്നാൽ ഇവൻ നല്ലൊരു ഉജ്ജ്വലമായിട്ടുള്ള ഭാവി ഉണ്ടാവില്ല, ഇവൻ വീടും നാടും ലോകം അഭിമാനിക്കത്തക്ക ഒരു പൗരനായിട്ട് ഇവന് വളരാൻ സാധിക്കില്ല. എൻ്റെ മകൻ്റെ ഭാവി ഉജ്ജ്വലമാകണമെങ്കിൽ അവൻ അവിടെ തന്നെ വളരണം, എല്ലാവരെ പോലെ ഒരുപോലെ വളരണം എന്നറിയായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലത്ത് പറയാറുണ്ട്, 5 വയസ്സ് വരെ കുട്ടികളെ രാജാവിനെ പോലെ വളർത്തണം. അവൻ എന്ത് പറയുന്നു അതാ ശരി, അത് ചെയ്യരുത്, ഇത് തുടരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ടാകും. ചെറുപ്പത്തിലാണ് അവരുടെ സ്ക്രിപ്റ്റ് എഴുതപ്പെടുന്നത്. അപ്പോൾ അവന് അത് ചെയ്യാൻ പാടും, ഇത് ചെയ്ത് അച്ഛന് ഇഷ്ടപ്പെട്ട്, അത് ചെയ്ത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഇങ്ങനെ ചെയ്ത് അടിക്കും. ആ കുട്ടിക്ക് സൈക്കോളജിക്കലി അഫക്റ്റഡ് ആകും, ആ കുട്ടി ശരിയായിട്ടുള്ള വികാസം ഉണ്ടാവില്ല. അതുകൊണ്ട് 5 വയസ്സ് വരേക്ക് രാജാവിനെ പോലെ വളർത്തണം, 5 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ ഭൃത്യനെ പോലെ വളർത്തണം എന്നാണ് പറയാം. എങ്ങനെ ജോലിക്കാർക്ക് നമ്മൾ എത്ര ആഹാരം കൊടുക്കുക, എന്തെല്ലാം പണിയെടുപ്പിക്കും. അതുകൊണ്ടാണ് രാജാവിൻ്റെ മകൻ അവിടെ വളർന്നത്. അവിടെ എല്ലാ ജോലിയും ചെയ്യണമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണനും കുചേലനും ഒരു ഗുരുവിൻ്റെ അണ്ടറിലാണ് വളർന്നത്. 2 പേരും കൂടെ ഒരുമിച്ച് വിറക് വെട്ടാൻ പോലും പോയിട്ടുണ്ട്. നാളെ വലിയ ചക്രവർത്തിയായ വിറക് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഗുരുകുലത്തിൽ വിറക് വെട്ടുന്ന ട്രെയിനിങ് കൊടുത്തത്? ആ വിറക് വെട്ടണമെങ്കിൽ, ഒരു വിറക് വെട്ടുന്നുള്ള സാധാരണ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും എത്ര ഫിസിക്കൽ സ്ട്രെങ്ത് വേണം, എത്ര മനോബലം വേണം. കാട്ടിപ്പോയി വിറക് വെട്ടണമെങ്കിൽ സിംഹത്തെ കടുവൊന്നും കണ്ടാൽ പേടിക്കാൻ പാടില്ല. എവിടെ നിന്ന് വേണം, വല്ല പാമ്പോ എന്ത് വേണമെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാം. ദേഹം നിറച്ചും കണ്ണ് വേണം, ശ്രദ്ധ അപ്പോഴുണ്ടാവുള്ളൂ. അപ്പം നാളെ വളർന്നു വലുതായി ചക്രവർത്തി ആകുമ്പം ഒരു സാധാരണ വിറക് വെട്ടിയെ കാണുമ്പോൾ പോലും അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും ചക്രവർത്തിക്ക്. ഒരു വിറക് വെട്ടിയെ പോലും ബഹുമാനിക്കുന്ന ചക്രവർത്തിക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുക 16 വയസ്സ് വരെ വൃദ്ധനെ പോലെ വളർത്തണം. തോളിന് മേലെ വളർന്നാൽ തോഴനായിട്ട് കാണണമെന്ന് പറയാം. 16 വയസ്സ് കഴിയുമ്പോൾ ഫ്രണ്ട്സിനെ പോലെ വേണം വളർത്താനായിട്ട്. അപ്പോൾ പോയിട്ട് അവർ ചെവി പിടിക്കാനും അവരെ അടിക്കാനും വഴക്ക് പറയാനും അല്ലാണ്ട് കൂട്ടുകാർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് എങ്ങനെ ഉപദേശിച്ച് കൊടുക്കാം, കൂട്ടുകാർ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാം. അതുപോലെ കൂട്ടുകാരെ പോലെ വേണം വളർത്താൻ എന്ന് പറയാറ്. അതുകൊണ്ട് അല്പാഹാരമായിരിക്കണം. വയറ് ജസ്റ്റ് നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിക്കുക, അല്ലാണ്ട് കഴിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല. പിന്നെ ജീർണ വസ്ത്രം, സാധാരണ വേഷമായിരിക്കണം. ഇന്നത്തെ വിദ്യാർത്ഥികളൊക്കെ എന്തെല്ലാം വസ്ത്രങ്ങളാണ് വാങ്ങിക്കൂട്ടുന്നത്. പണ്ട് കാലത്തൊക്കെ എൻ്റെ അച്ഛൻ്റെയും അവരുടെയൊക്കെ സമയത്തൊക്കെ അവർ പറയുന്നത് വെറും ഒരു തോർത്ത് മാത്രം എടുത്തിട്ടാണ് അവർ സ്കൂളിലൊക്കെ പോയതെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ പോകണമെന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറച്ച് ഹൈ ആണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ആവാൻ നല്ല കാര്യം. പക്ഷേ ഇതിൻ്റെ ഭ്രമം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ബാഹ്യമായിട്ടുള്ള വേഷഭൂഷാദികളിലും കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളിൽ പോലും നമുക്കിപ്പം ബ്യൂട്ടി പാർലറൊക്കെ കാണാൻ സാധിക്കും. അത്ര അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള വേഷഭൂഷണങ്ങൾ വേണം. അതേപോലെ ശ്വാനനിദ്ര എന്ന് പറയും.
പട്ടി അല്ലെങ്കിൽ നായ ഉറങ്ങുമ്പോൾ പോലും നല്ല അറ്റൻഷനാണ്. കുറച്ച് ഉറക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉറക്കത്തിൽ പോലും നമ്മുടെ ബുദ്ധിയിൽ വിദ്യയായിരിക്കണം. ഉറക്കത്തിൽ പോലും പഠിക്കണം. നമ്മൾ ഹോംവർക്ക് ചെയ്താൽ പോരാ, ഉറക്കത്തിൽ പോലും അറ്റൻഷൻ വേണം. പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ പാടില്ല, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഇതുപോലുള്ള എല്ലാ ലക്ഷണങ്ങളും നല്ലൊരു വിദ്യാർത്ഥിക്ക് വിദ്യ ആർജിക്കാൻ പറ്റും. അർജുനൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഒരു ടീച്ചറെ പഠിപ്പിക്കുന്നത്, ഒരേ പാഠമാണ് പഠിപ്പിക്കുന്നത്. ആ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേര് 50 മാർക്കാണ് വാങ്ങുന്നത്. ഒരു കുട്ടിക്ക് 100 മാർക്ക് ഉണ്ടാവും, ഒരു കുട്ടിക്ക് 20 മാർക്ക് ഉണ്ടാവും, 0 മാർക്ക് വാങ്ങുന്ന കുട്ടിയുണ്ട്. സോ ടീച്ചറും ഒന്നാണ്, പാഠവും ഒന്നാണ്. ഈ വ്യത്യാസം വരാൻ കാരണം എന്താ? തീർച്ചയായിട്ടും ശ്രദ്ധയാണ്. വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 ലക്ഷണങ്ങൾ: ഒന്ന് അറ്റൻഷൻ, ശ്രദ്ധ; ഇനി ഒന്ന് അഭ്യാസം. അഭ്യസിക്കുക വേണം. പഠിപ്പിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് ബുക്ക് ഒരു മൂലയിൽ വെച്ചു, പിന്നെ വേറെ ലോകത്തിലേക്ക് എന്നല്ലാണ്ട് അത് അഭ്യസിക്കണം. ഇന്ന് പഠിപ്പിക്കാൻ പോണ കാര്യം നേരത്തെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടാവണം. ഇന്ന് പഠിപ്പിച്ച കാര്യം വൈകുന്നേരം പോയിട്ട് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം, റിവ്യൂ ചെയ്യണം. നാളത്തെ കാര്യം ഇന്നൊന്ന് നോക്കി വയ്ക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും നല്ല ഉയർന്ന തലത്തിലെത്താൻ സാധിക്കും. ഇത് വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ ലോകമാണ്. ആ ലോകത്തിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മളും പുരോഗമിക്കണമെങ്കിൽ അർജുനൻ്റെ ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു അർജുനൻ എന്നുള്ള ഒറ്റ കഥാപാത്രത്തെ കൊണ്ട് തന്നെ ഇത്രയും ഇപ്പോൾ ബെഞ്ചി പറഞ്ഞ ഇത്രയും ലക്ഷണങ്ങൾ നമ്മൾ ഇന്നത്തെ വിദ്യാർത്ഥി ജീവിതം ഇപ്പോൾ ബെഞ്ചി പറഞ്ഞ ചിത്രം വെച്ച് നോക്കുമ്പോൾ എത്രയോ വലിയൊരു മാറ്റത്തിലേക്ക്. ഇപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ഫാഷൻ്റെ അതിപ്രസരവും, അപ്പോൾ ഈ ഒരു ശ്രദ്ധ, ഇത് അച്ഛനമ്മമാർ നേരത്തെ പറഞ്ഞ പോലെ 5 വയസ്സിനുള്ളിൽ തന്നെ കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് അർജുനന്മാരാക്കി കുട്ടികളെ മാറ്റാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അർജുനിലേക്ക് വരുമ്പോൾ സിസ്റ്റർ, അർജുനന് വന്ന വിഷാദം പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. അത് പല ഭാഷ്യകാരന്മാരും പറഞ്ഞിരിക്കുന്നു. വില്ലാളി വീരനായ അർജുനന് എങ്ങനെ വിഷമം വന്നു, ദൂതിന് പോകുമ്പോൾ പോലും എൻ്റെ ഗാണ്ഡീവത്തിനെ ഓർമ്മിക്കണം എന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് കൃഷ്ണനെ പറഞ്ഞയച്ചതെന്ന് പറയുമ്പോൾ അതിനുള്ള അവസരം മുന്നിൽ വന്നിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിഷ്ക്രിയാവസ്ഥയിലേക്ക് അർജുനൻ എങ്ങനെ പോയി? എല്ലാ തത്വങ്ങളും മനസ്സിലാക്കിയ അർജുനൻ അപ്പോൾ അവിടെ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൈമാറാൻ ഗീതാകാരൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, എത്ര വലിയ മഹാരഥിക്കും പരീക്ഷകൾ വരാം. ലോകം ആരെയും വെറുതെ വിട്ടിട്ടില്ല. ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമന് പോലെ എത്ര പരീക്ഷകൾ വന്നിട്ടുണ്ട്. സീതാദേവി പരപുരുഷനെ കണ്ണെടുത്ത് നോക്കിയിട്ടില്ല. എന്നിട്ട് നാട്ടുകാർ, രാമൻ പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട്, നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ സീതയെ ഞങ്ങളുടെ പട്ടമഹർഷിയായിട്ട് സ്വീകരിക്കണമെങ്കിൽ അഗ്നിപ്രവേശം ചെയ്യണമെന്ന് പറഞ്ഞു. സോ സീത അന്ന് ത്രേതായുഗത്തിൽ തന്നെ ഇത്രയും പരീക്ഷ വന്ന സ്ഥിതിക്ക് ഈ കലികാലത്ത് നമുക്ക് എത്ര പരീക്ഷകൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഫാൻ നമ്മൾ റെഗുലേറ്റർ 5-ൽ വെച്ച ഫാൻ 5-ൽ കറങ്ങും, 2 വെച്ചാൽ 2-ൽ കറങ്ങും. നമ്മുടെ മനസ്സിൻ്റെ റെഗുലേറ്റർ നമ്മൾ ഫിക്സ് ചെയ്യണം. എന്തിനും നമ്മൾ തയ്യാറാവണം. പ്രത്യേകിച്ച് എത്ര വലിയ ആളാണോ, അങ്ങനെ ഒരു ഗുസ്തിക്കാരൻ നല്ല സമർത്ഥനാണെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഗുസ്തിക്കാരനാണ് അയാളുടെ യുദ്ധത്തിന് വരിക. സാധാരണ ഒരു ഗുസ്തിക്കാരൻ യുദ്ധത്തിന് വരില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ എത്ര മുന്നോട്ട് പോകണോ നമ്മുടെ അടുത്ത് പരീക്ഷകളും യുദ്ധങ്ങളും തീർച്ചയായിട്ടും അത്ര വലുത് തന്നെ വരും. അർജുനൊരു ചിന്താഗതി തന്നിൽ ഒതുങ്ങി. എൻ്റെ അധ്യാപകൻ ആരാണോ എനിക്ക് അസ്ത്രശസ്ത്ര വിദ്യയുടെ ബാലപാഠം പഠിപ്പിച്ചത്, അമ്പെങ്ങനെ പിടിക്കണം, വില്ലെങ്ങനെ പിടിക്കണം, ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ശ്രദ്ധ ഫോക്കസ് ചെയ്യണം തുടങ്ങിയ കൊച്ചു കാര്യങ്ങൾ പോലും പറഞ്ഞു തന്നത്, എന്നിട്ട് ആ വിദ്യ ഏത് ആചാര്യന് പഠിച്ചോ ആ ആചാര്യൻ്റെ നെഞ്ചത്ത് തന്നെ അമ്പെയ്ത് അദ്ദേഹത്തിനെ കൊന്ന് ആ രക്തപ്പുഴ ഒഴുകി ആ രാജകീയ സുഖങ്ങൾ അനുഭവിക്കേണ്ട, കൊട്ടാര സുഖങ്ങൾ അനുഭവിക്കേണ്ട അങ്ങനത്തെ ഗതികേട് എനിക്ക് എന്തിനാ? അല്ലെങ്കിൽ ഏത് അപ്പൂപ്പനാണോ ഭീഷ്മ പിതാമഹനാണോ മടിയിലിരുത്തി എപ്പോഴും വരദാന ഹസ്തം ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചത്, ഉണ്ണിക്കൈ വളരെ വളരെ ഉണ്ണിക്കാല് വളരെ വളരെ എന്ന് പറഞ്ഞ് നോക്കി എന്നെ വളർത്തിയത്, ആ ഭീഷ്മ പിതാമഹനെ കൊന്നിട്ട് പിന്നെ ആ രക്തക്കറ പുരണ്ട രാജ്യം എനിക്ക് ഭരിക്കണം? അതിനേക്കാൾ എത്ര ഭേദമാണ് ഭിക്ഷ എടുത്തിട്ട് യാചിച്ചിട്ട് കഴിയുന്നത്, അതിനേക്കാൾ എത്ര ഭേദമാണ് സന്യാസം എന്ന അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നിൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ നിൻ്റെ പേഴ്സണലായിട്ടുള്ള ബന്ധുക്കളുടെ ഇടയിലുള്ള അധ്യാപകനും വിദ്യാർത്ഥിക്കും തമ്മിലുള്ള യുദ്ധമല്ല, അപ്പൂപ്പനും പേരക്കുട്ടിക്കും ഇടയിലുള്ള യുദ്ധമല്ല, ഇത് ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിലുള്ള യുദ്ധമാണ്. ഇപ്പം ഭരണം, അധികാരം അധർമ്മം ചെയ്യുന്നവരുടെ കയ്യിലുള്ളത്. അധർമ്മം ചെയ്യുന്നവരുടെ കയ്യിൽ അധികാരം വന്നു കഴിഞ്ഞാൽ പാവങ്ങളും സ്ത്രീകളും കുട്ടികളും ദുർബലരായിട്ടുള്ളവർക്കും ടഫ് പീരീഡ് ആയിരിക്കും, കഷ്ടകാലമായിരിക്കും.
ധർമ്മമുള്ളവരുടെ കയ്യിൽ അധികാരം വന്നാലേ എല്ലാവർക്കും നീതി ന്യായവും സത്യവും ലഭിക്കുള്ളൂ. മാത്രമല്ല സമൂഹം അധികാരമുള്ളവർ അധർമ്മത്തിലുള്ളവരാണെങ്കിൽ സമൂഹം മുഴുവനും കുലനാശം സംഭവിക്കും, മുഴുവനും ദുഃഖത്തിൽ കലാശിക്കും, മഹാവിനാശമായിരിക്കും അന്തിമമായിട്ട് ഉണ്ടാവാം. അതുകൊണ്ട് ധർമ്മത്തിലുള്ളവരുടെ കയ്യിൽ അധികാരം എത്തുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. എപ്പോഴാണ് അർജുനന് ഭഗവാൻ ആ കാഴ്ചപ്പാട് കൊടുത്തത്? അർജുൻ്റെ സംശയം നീങ്ങി. വില്ലും അമ്പും കൈപ്പിടിക്കാൻ പോലും ശക്തിയില്ലാതെ കയ്യിൽ നിന്ന് വില്ലും അമ്പും താഴെ വീണ അർജുനൻ, തീർത്തെടുത്ത് നിൽക്കാൻ പോലും ശക്തിയില്ലാണ്ട് കുഴഞ്ഞു വീണ അർജുനൻ അത്ര വലിയ യുദ്ധത്തെ ജയിക്കാൻ പ്രാപ്തനായി. എന്തുകൊണ്ട്? അർജുനൻ്റെ വിചാരധാര ശരിയായി. അർജുന, നീയും ഞാനും ഈ രാജാക്കന്മാരും പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കും. ഇവർക്കൊന്നും ഒരിക്കലും നാശമില്ല, ഇവരൊക്കെ ആത്മാവാണ് എന്ന യാഥാർത്ഥ്യം ഭഗവാൻ അർജുനനെ ബോധിപ്പിച്ചു. എപ്പോഴാണ് അർജുനൻ ആ സത്യം മനസ്സിലായത്? ഞാൻ ശാശ്വതമാണ്, ഒരു ആധ്യാത്മിക തലത്തിലേക്ക് എത്തിയത്, അർജുൻ്റെ വിഷാദം മാറി, അർജുന് ശക്തി ആർജിക്കാൻ സാധിച്ചു. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പം എൻ്റെ സുഖം, എൻ്റെ ഉയർച്ച, എൻ്റെ നന്മ, സമുദായത്തിൻ്റെ ഉയർച്ച, നന്മ എന്ന് പറയുമ്പം എൻ്റെ നിലയിനെ അവിടെ താത്തിയിട്ട് സമുദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉയർത്തണം, നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തണം. എൻ്റെ നമ്മളവിടെ ത്യജിക്കണം. സമുദായത്തെ ത്യജിച്ചിട്ട് എൻ്റേതിന് മുൻതൂക്കം ഒരിക്കലും കൊടുക്കരുത് എന്നാണ് ഗീത നമ്മളോട് പറയുന്നത്. രണ്ടാമത്, ആശയക്കുഴപ്പമുള്ള സമയത്ത് നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല. എപ്പോഴാണ് അർജുൻ ആശയക്കുഴപ്പമെന്ന് അർജുനൻ പറഞ്ഞ് ഞാൻ സന്യസിക്കാൻ പോവാണ്, അത് റോങ് തീരുമാനം, അത് നൈഷ്കർമ്മ്യമായിരിക്കും. ആശയക്കുഴപ്പമുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം ഒന്നുകിൽ പാപകർമ്മം ചെയ്യാനുള്ള തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ടുള്ള തീരുമാനമായിരിക്കും. മനസ്സിന് ക്ലാരിറ്റി കിട്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം. മനസ്സിന് എപ്പോഴാണോ ക്ലാരിറ്റി കിട്ടിയത്, അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി. അതാണ് റൈറ്റ് ആയിട്ടുള്ള തീരുമാനം. ഈ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷയിൽ തോൽക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആത്മഹത്യയുടെ കണക്ക് പറഞ്ഞല്ലോ, ഇത്രയും ഒരു വർഷത്തിൽ ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ മരിക്കാൻ കാരണം എന്താ? അവർ തീരുമാനം എടുക്കുന്ന ആശയക്കുഴപ്പത്തിൻ്റെ സമയത്താണ്. ആശയക്കുഴപ്പമുള്ളപ്പോൾ തീരുമാനം എടുക്കരുത്. ഈശ്വരനെ ഓർമ്മിച്ചിട്ട്, ഞാൻ ഓർമ്മിച്ച് മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം പിന്നെ തീരുമാനം എടുക്കുമ്പം ഒരിക്കലും ആത്മഹത്യ ഉണ്ടാവില്ല ജീവിതത്തിൽ. അത് റൈറ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. ശരി, പ്രശ്നങ്ങൾ വരുമ്പോഴും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? എല്ലാ പ്രശ്നങ്ങളും സ്ഥിരമായിട്ടൊന്നും നിലനിൽക്കില്ല. പക്ഷെ ആ സമയത്തിൻ്റെ ഒരു ആ പ്രഭാവം തലയിൽ കയറുന്നുണ്ട്. പ്രശ്നം തലയിൽ കയറുമ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് വരുന്നത്. കാട്ടിൽ സിംഹം ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് പൊക്കമുള്ള സ്ഥലത്ത് കയറുന്നിട്ട് ചുറ്റിലൊന്ന് കണ്ണോടിച്ചിട്ട് ഉറക്കൊന്ന് ഗർജിക്കും. ഗർജനം കേട്ട ഉടനെ മാനും മുയലും തുടങ്ങിയ മൃഗങ്ങളൊക്കെ പേടിച്ച് നാനാഭാഗത്ത് ചിന്നിച്ചെതിരി ഓടും. കാടനങ്ങുന്നത് കാണുമ്പോൾ സിംഹത്തിനറിയാം എവിടെ ഇരയുള്ളതെന്ന്. ഒറ്റ ചാട്ടത്തിന് അതിൻ്റെ കഥ കഴിക്കും, അതിൻ്റെ മേലെ ചാടി വീണ്. ആ സിംഹത്തിൻ്റെ അലർച്ച കേട്ടപ്പം മൃഗങ്ങൾ ശാന്തമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ സിംഹത്തിന് പിടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അശാന്തമാകുമ്പോൾ നമ്മൾ ആപത്തിലേക്ക് പോയി ചാടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ 50 പ്രശ്നമോ 30 പ്രശ്നമൊന്നും വരാറില്ല, 1 or 2 വരാറുള്ളൂ. നമ്മളാണ് ഈ 2 എണ്ണത്തിന് 20 മാറ്റാറ്. പിന്നെ നമ്മൾ തലയൊക്കെ വെച്ചിട്ട് വിചാരിക്കും, ഞാൻ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്, അങ്ങനെ വേണ്ടിയില്ലായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നും. എന്തുകൊണ്ട് അപ്പോൾ തോന്നിയില്ല? അപ്പോൾ അശാന്തമായിരുന്നു മനസ്സ്. ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ല വഴി പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ പറയുന്നത് പോലെ ചെയ്തിട്ട് ഒരു പ്രശ്നങ്ങൾ തീരാറുമുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പം നമ്മളെല്ലാം കൂടെ കൊളാക്കി വയ്ക്കും. എന്തുകൊണ്ടാണ്? അശാന്തമായിട്ടുള്ള നമ്മുടെ പ്രശ്നത്തെ മനസ്സ് അശാന്തമായി. അപ്പം നമുക്ക് അവരുടെ പ്രശ്നമായപ്പോൾ നമുക്ക് അശാന്തി ഉണ്ടായത്. നമുക്ക് സത്യമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും അവരോടുണ്ട്. അതുകൊണ്ട് അവരതൊന്ന് മുക്തമാക്കാനായിട്ടുള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പം എപ്പോഴും മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം വേണം നമ്മൾ ചോദിക്കും, പ്രശ്നങ്ങളുള്ളപ്പോൾ എങ്ങനെ ശാന്തമാവും? പ്രശ്നം ഉണ്ടാകുമ്പോൾ നാച്ചുറലി നമ്മൾ അശാന്താവില്ലേ എന്ന് വിചാരിക്കും. ആ സമയത്ത് ആ പ്രശ്നമൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കണം. ഈ ട്രാൻസ്ഫോമർ റിപ്പയർ ആകുമ്പോൾ ആദ്യം ഇൻപുട്ട് കണക്ഷൻ ഔട്ട്പുട്ട് കണക്ഷൻ അഴിക്കും, പിന്നെ റിപ്പയർ ചെയ്യും. അത് വെച്ചോണ്ട് റിപ്പയർ ചെയ്താൽ ജീവൻ അപകടത്തിലാകും. ആ റിപ്പയർ ആയതിനു ശേഷം പിന്നെ 2 കണക്ഷനും കൊടുക്കും. അതേപോലെ നമ്മൾ ട്രാൻസ്ഫോമറാണ്, വളരെ വലിയ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ആശയക്കുഴപ്പം വരുമ്പം, നിരാശയോ ടെൻഷനോ ഭയമോ ഒക്കെ വരുമ്പം ആദ്യം പ്രോബ്ലം എന്നുള്ള ഇൻപുട്ട് കണക്ഷനും സൊല്യൂഷൻ എന്നുള്ള ഔട്ട്പുട്ട് കണക്ഷനും ഊരി വയ്ക്കണം. കുറച്ച് നേരം ഈശ്വരനെ ഓർമ്മിക്കണം. അപ്പോൾ അകത്ത് റിപ്പയറിങ് നടക്കും, മനസ്സ് ശാന്തമാവും. അതിനുശേഷം വേണം എന്താണ് പ്രോബ്ലം, പിന്നെ ഇൻപുട്ട് കണക്ഷൻ ഔട്ട്പുട്ട് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് റൈറ്റ് സൊല്യൂഷൻ കിട്ടും. പണ്ടൊക്കെ ടി വിയിലൊക്കെ പ്രോഗ്രാം വരുമ്പം ഇടയ്ക്കിടയ്ക്ക് തടസ്സത്തിന് ക്ഷമിക്കണം എന്നുള്ള അപേക്ഷയൊക്കെ നമ്മൾ കാണുമായിരുന്നു. ഇപ്പം വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട്. കാരണം എന്താ? ഇപ്പോൾ പ്രക്ഷേപണം നടക്കുന്നത് സാറ്റലൈറ്റിൽ കൂടിയാണ്. ഈ ഭൂമിയിൽ കൂടെ ആയിരുന്നപ്പോഴായിരുന്നു പ്രോബ്ലംസ്. സാറ്റലൈറ്റിൽ കൂടെ ആയപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ തലത്തെ നമ്മൾ കുറച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഞാൻ എന്നുള്ള ആ സങ്കുചിത്വത്തിൽ നിൽക്കാണ്ട് കുറച്ച് ഉയരങ്ങളിലേക്ക് ഈശ്വരനിലേക്ക് കൊണ്ടുപോകുക. അർജുനൻ ശരിക്കും അത് ആ ഒരു അവസ്ഥയിലേക്ക് വന്നു അല്ലേ? തൻ്റേതായിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതി വിട്ട് ആ ഭഗവാൻ പറയുന്ന മനോഭാവത്തിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്
അർജുനൻ കാണിച്ചു തോന്നുന്നു. അവിടെയാണ് അർജുനൻ വിജയിച്ചത് തോന്നുന്നു. സിസ്റ്റർ, ഇത് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് ആഴത്തിൽ ചർച്ച ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അത് കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇനിയും നമുക്ക് ഇറങ്ങാനുണ്ട്. ഇന്നത്തെ സമയം ചുരുങ്ങിയത് കൊണ്ട് നമ്മൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇന്ന് പ്രേക്ഷകർക്കും വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം കൂടി ഇന്ന് സിസ്റ്റർ പ്രദാനം ചെയ്തു. ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. അർജുനൻ്റെ മനോഭാവം, നമ്മൾ ഓരോ മാനവനും വിദ്യാർത്ഥിയാണെന്ന ചിന്ത വരുമ്പോൾ വളരുന്നു, പഠിക്കുന്നു. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത നമ്മുടെ വളർച്ച അവസാനിപ്പിക്കുകയാണ്. അർജുനൻ്റെ ഏറ്റവും വലിയ ഗുണവും അത് തന്നെയായിരുന്നു. എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് വളരാനുണ്ട്. ആ മനോഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അർജുനനെ പശുക്കുട്ടിയായി സ്വീകരിച്ചുകൊണ്ട് ഗീതാമൃതം കറന്നത്. ആ യോഗ്യത നമ്മളിലുണ്ടോ എന്ന് നമുക്ക് നോക്കാനുള്ള ഒരു പുനർവിചിന്തനത്തിനുള്ള വേദിയാക്കി നമുക്ക് ഇന്നത്തെ ദിവസത്തെ മാറ്റാം.